മോള് കിടക്കുകയാണ്. അപ്പോൾ അനിമോളുടെ ബെഡിൻ്റെ അടുത്തോട്ട് ശൈത്യ ചെല്ലുകയാണ്. ചെന്നിട്ട് അനിമോളെ എണീക്ക് അനിമോളെ എന്ന് പറയുന്നു. അപ്പോൾ ആദിലയും ചെല്ലുന്നുണ്ട്. കാരണം പറയാനുള്ള എല്ലാം വിളിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം അനിമോളുടെ മനസ്സിലുള്ളത് അറിയാൻ വേണ്ടി സോപ്പിട്ട് ചെല്ലുവാണ്. അപ്പോൾ അനിമോള് പറയുന്നു എനിക്ക് തലവേദന എടുക്കുന്നു, ഞാൻ ഇച്ചിരി കിടക്കട്ടെന്ന് പറയുന്നു. പറഞ്ഞ് എണീക്ക് അനിമോളെ, നമുക്കത് സംസാരിച്ച് തീർക്കാം അനിമോളെ. അപ്പോൾ ആദിലയും പറയുന്നു അനിമോളെ നീ എണീക്കെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനിമോൾ പറഞ്ഞ് എനിക്ക് തലവേദന എടുക്കുന്നു, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. അപ്പം ശൈത്യ പറയുന്നു അപ്പോൾ നീ ഇനിയിപ്പോൾ എന്നോട് സംസാരിക്കില്ലേ, ഒരിക്കലും ഇനി നീ സംസാരിക്കില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അനിമോൾ പറയുന്നു എനിക്ക് തലവേദന കൊണ്ട് വയ്യ, എനിക്ക് ഉറങ്ങണം. അനിമോളെ എനിക്ക് നിന്നോട് പിണക്കുണ്ടായിരുന്നേ, ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ നിന്നോട് മിണ്ടുമായിരുന്നു, മിണ്ടാതെ നടക്കത്തില്ലേ, അപ്പം നീ അതൊന്ന് ഓർക്ക്, അതുകൊണ്ട് നിന്നോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നീ എണീക്ക് നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നു. ഈ പറഞ്ഞ ആളാണ് കുറച്ച് മുമ്പ് തങ്കച്ചനെ ചേർത്തും അനീഷിൻ്റെ ജീവിതം നശിപ്പിച്ചവളെന്നും വിളിച്ച് പറഞ്ഞവളാണ്. വീണ്ടും സൗഹൃദവും പറഞ്ഞും സ്നേഹവും പറഞ്ഞും ചെല്ലുന്നത്. അപ്പോൾ അനിമോള് പറഞ്ഞ് എനിക്ക് സംസാരിക്കണ്ട, എനിക്ക് തലവേദന എടുക്കുന്നു, എനിക്ക് ഉറങ്ങണമെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അനിമോള്. അപ്പോൾ അനിമോളോട് പറഞ്ഞു ബെഡിലിരുന്ന് തന്നെ നമുക്ക് സംസാരിച്ച് തീർക്കാം, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, നിനക്ക് പുറത്തിറങ്ങി കഴിയുമ്പോഴേ അതിൻ്റെ ഇത് മനസ്സിലാവത്തുള്ളൂ, അതുകൊണ്ട് ഇനി 3-4 ദിവസമേ ഉള്ളൂ, അതിനുള്ളിൽ പറഞ്ഞ് തീർക്കണം അനിമോളെ, നീ ഒന്ന് എണീക്ക്. അപ്പോൾ അനിമോള് പറയണം ഒന്ന് പോയി, എനിക്ക് ഉറക്കം വരുന്നു, എനിക്ക് സംസാരിക്കാനില്ല, എനിക്ക് താല്പര്യമില്ലെന്ന് പറയുന്നു. അപ്പോൾ ആദിൽ പറയുന്നു ഒന്ന് എണീക്ക് അനിമോളെ, സംസാരിച്ചത് തീർക്ക്. അപ്പോൾ അനിമോള് പറയുന്നത് എനിക്കൊന്നും സംസാരിക്കാനില്ല. അപ്പം ഇവൾ പറയുന്ന ശൈത്യ പറയുന്നത് നീ അപ്പം ഇനി എന്നോട് സംസാരിക്കത്തില്ലേ? ഇല്ല, എനിക്ക് സംസാരിക്കാനും ഇല്ല, എനിക്ക് സംസാരിക്കാൻ വേണ്ട, എനിക്ക് ഇച്ചിരി ഉറങ്ങണം എന്ന് തന്നെ അനിമോള് പറയുന്നു. അപ്പോൾ ആദിൽ പറയുന്നത് എന്നാൽ നീ നാളെ സംസാരിക്കുമോ? ഉടനെ പറഞ്ഞില്ല ഞാൻ നാളെയും സംസാരിക്കത്തില്ല എന്നും പറഞ്ഞ് അനിമോള് കട്ടയ്ക്ക് തന്നെ നിൽക്കുകയാണ്. കാരണം അതിന് മാത്രമാണ് മോശമായ രീതിയിലെല്ലാം ശൈത്യ വിളിച്ച് പറഞ്ഞത്. ഇപ്പം കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി വളരെ സോപ്പിട്ട് നല്ല അനിമോളെ കൊണ്ട് കാര്യം അറിയിക്കാൻ വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നേരത്തെ ഇങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ അനിമോള് പറഞ്ഞേനെ, ആ ഒരു സ്നേഹത്തോടെ പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടാണ് അനിമോളെ ചീത്ത വിളിക്കേണ്ടതും മോശമായും എല്ലാം പറഞ്ഞിട്ടാണ് ഇപ്പോൾ സോപ്പിട്ട് വന്നിരിക്കുന്നത്. അത് അനിമോൾക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം.